മാരിവില്യൻ ഗോപുരങ്ങൾ എൻ്റെ രണ്ടാമത്തെ ചലച്ചിത്രമാണ് ലൂക്കയ്ക്ക് ശേഷം. 2019 ലൂക്ക ഇറങ്ങിയത്. അപ്പോൾ ഈ വർഷം നമ്മളിപ്പം അടുത്ത ചിത്രത്തിന് വേണ്ടി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. മാരിവില്യൻ ഗോപുരങ്ങൾ ഒരു അർബൻ ഫാമിലി ഡ്രാമയാണ്, ഒരു എൻ്റർടൈനറാണ്, എൻഡ് ടു എൻഡ് ഒരു ഫൺ ഫിലിമാണ്. അപ്പോൾ ഇവിടെ ഈ പ്രസ് മീറ്റിന് വന്നുചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഞാൻ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സിയാദക്ക കോക്കസ് ഫിലിപ്സിൻ്റെ അമരക്കാരനാണ്. സിയാദക്കയും സിയാദക്കയുടെ മകൾ ഷർമീൻ സിയാദ്. ഷർമീൻ ആണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവരെ എല്ലാവരും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വിൻസി അലോഷ്യസ്, സർജാനോ ഖാലിദ്, ഇന്ദ്രിയ സുകുമാരൻ, ശ്രുതി രാമേന്ദ്രൻ, പിന്നെ ഞാൻ, വസിഷ്ഠ് ഉമേഷ്, ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയ പ്രമോദ് മോഹൻ. ഒഫീഷ്യലി ഇത് ഷെറിൻ, ഷിൻറ്റോ, റോണി, മീനാക്ഷി, ഇവരാണ് 4 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് 4 കഥാപാത്രങ്ങൾ സിനിമയിലെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഫൺ ഫാമിലി എൻ്റർടൈനറാണ്. ലൂക്കയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട്, ലൂക്ക ഒരു ഇമോഷണൽ ഡ്രാമയായിരുന്നെങ്കിൽ ലൂക്കയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു എൻഡ് ടു എൻഡ് ഫൺ ഫിലിം, ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു സിനിമ, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന സിനിമ. എന്നാൽ അതിലൂടെ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ, 4 ചെറുപ്പക്കാരുടെ ലൈഫിൽ, 2 കപ്പിളിൻ്റെ ലൈഫിലുള്ള കുറച്ച് യാഥാർത്ഥ്യങ്ങൾ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ആർക്കുള്ള 4 കഥാപാത്രങ്ങളാണ്. അവരൊരുമിച്ച് ഒരു കുടുംബമാണ്. ആ കുടുംബം അവരൊരുമിച്ച് ഒരു കുടക്കീഴിൽ ഏതാനും മാസങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ നല്ല നിമിഷങ്ങൾ, ആ നിമിഷങ്ങളിലൂടെ പറഞ്ഞു വയ്ക്കുന്ന കുറേ ഏറെ അവരുടെ ലൈഫിലെ, അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കുറേ ഇൻസിഡൻസ്, ഇതാണ് സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ ഇന്ദിരനും എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം, നന്ദി. അവരോട് സൂചിപ്പിച്ച പോലെ ഇതൊരു മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന ഈ സിനിമ ഒരു ഫൺ ഫാമിലി എൻ്റർടൈനറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ്. കാരണം വലിയൊരു കാലഘട്ടത്തിന് ശേഷമാണ് ഒരു ലൈറ്റ് ഹാർട്ടഡ് എൻ്റർടൈനർ ഞാൻ ചെയ്യുന്നത്. ഹ്യൂമർ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ളൊരു നടനാണ് ഞാൻ. അത്യാവശ്യം കുറച്ച് ഹ്യൂമർ കഥാപാത്രങ്ങൾ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം വലിയ രീതിയിൽ പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ട്രാക്ക് പിടിച്ച് തന്നെ അങ്ങനെയുള്ള ലൈറ്റർ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന ഈ സിനിമയുടെ കഥ എൻ്റെ അടുത്ത് അരുൺ എന്ന് പറയുന്നത്. ഇത് ഒരു ഫാമിലി എൻ്റർടൈനറാണ്, വിച്ച് മീൻസ് ലിറ്ററലി ഒരു ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ്. ഷിൻഡോൻ്റെ സഹോദരനായ റോണി, ഷിൻഡോൻ്റെ ഭാര്യ ഷെറിൻ, റോണിയുടെ ഗേൾഫ്രണ്ട് മീനാക്ഷി, ഇവർ 4 പേരുടെയും കഥയാണ്. 4 പേരുടെയും ലൈഫിലുണ്ടാകുന്ന ചില ക്രൈസിസുകൾ. അതങ്ങനെ ഒരു സെൻട്രൽ സ്ട്രക്ചറുള്ള സിനിമയല്ല, പക്ഷേ ഇവരുടെ 4 പേരുടെയും സ്റ്റോറിയിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ ഒരു ഫാമിലി യൂണിറ്റ് എന്ന നിലയ്ക്ക് ഇവർ തരണം ചെയ്ത് മുന്നോട്ട് പോയി അത് കൾമിനേറ്റ് ചെയ്യുന്നതാണ് സിനിമ. പക്ഷേ പറഞ്ഞു പോയിരിക്കുന്ന രീതി കംപ്ലീറ്റ്ലി ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും കംപ്ലീറ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിട്ടാണ് ഈ ചിത്രം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. സിയാദക്കയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലെജൻഡറി ഹിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറാണ്. വിദ്യാജിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒരു വലിയ കാലയളവിന് ശേഷം. പാട്ടുകൾ ഇപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 5-6 സോങ്സ് നമുക്കുണ്ട്. അതിലിപ്പോൾ നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ള 2 സോങ്സ് അല്ലേ ഉള്ളൂ, 3 സോങ്സ് ആണ്. അപ്പോൾ എന്തുകൊണ്ടും ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് പ്രോജക്റ്റ്. നല്ലൊരു എൻ്റർടൈനർ ഒരുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവർ രണ്ടുപേരും പറഞ്ഞ മാതിരി തന്നെ മാരിവില്യൻ ഗോപുരങ്ങൾ റിലേഷൻഷിപ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു സെലിബ്രേഷനാണ്, ഒരു ഫൺ ഫാമിലി എൻ്റർടൈനർ, ഒരു റൊമാൻസും കോമഡിയും എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. എനിക്ക് ഐ വാസ് വെരി എക്സൈറ്റഡ് ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ. കാരണം ഞാൻ ഇതുവരെയ്ക്കും ഹ്യൂമർ എന്ന് പറഞ്ഞൊരു ജോണർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഈ സിനിമയിൽ ഒരു ചെറിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. സോ അത് എനിക്ക് എക്സൈറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അതിൻ്റെ ഈ ടീം കോക്കേഴ്സ് മീഡിയ
in the banner, വിദ്യാസാഗർജിയുടെ മ്യൂസിക്. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരുന്നു. ഇത്രയല്ല, കുട്ടികൾക്ക് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു വലിയ എലിമെൻറ്റ് ഈ സിനിമയിലുണ്ട്. അതിലധികം വിഷ്വൽസ് ഒന്നും നമ്മളിതുവരെ ടീസറിലോ സോങ്സിലോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. ചെറിയ 1-2 സ്നിപ്പറ്റ്സ് ഉണ്ട്. ഒരു എൻറ്റയർ സെഗ്മെൻറ്റ് ഓഫ് ദ ഫിലിം കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ പോർഷൻ സിനിമയിലുണ്ട്. ഒരു കോമിക് കാരിക്കേച്ചറിസ്റ്റ് പോർഷൻ സിനിമയിലുണ്ട്. അത് ഡെഫിനറ്റ്ലി വർക്ക് ആവും. കാരണം അങ്ങനെ ഒരു അറ്റംപ്റ്റ് അധികം മലയാള സിനിമയിൽ വന്നിട്ടില്ല. അപ്പോൾ അത് രസമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. എനിക്ക് ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഒരു ഫൺ പാക്ഡ് എൻ്റർടൈൻമെൻറ്റ് ഫിലിമാണ്. ഫാമിലിക്കും എല്ലാവർക്കും ഒരു ഏജ് ബാരിയറും ഇല്ലാതെ കാണാൻ പറ്റിയൊരു സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അഭിനയിച്ച സീൻസും ഡബ് ചെയ്തപ്പോൾ കണ്ട സിനിമയും പിന്നെ വായിച്ച സ്ക്രിപ്റ്റും വെച്ചിട്ട് എനിക്ക് ജെന്യുവൻലി ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ഈ സിനിമയിൽ. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നും ആൾക്കാർക്ക് കണക്റ്റ് ആവുന്ന സിനിമയായിരിക്കണം. സോ ഹോപ്പ്ഫുള്ളി എല്ലാവരും പോയി സിനിമ കാണാൻ നല്ല സിനിമയായിരിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഹായ്, ഇതുവരെ എൻ്റെ കരിയറിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് മാരിവില്ലൻ ഗോപുരങ്ങൾ. എൻ്റെ ക്യാരക്ടറും മീനാക്ഷി എന്ന് പറയുന്ന ക്യാരക്ടറും ഇതുവരെ ചെയ്തതിൽ നിന്നും ഭയങ്കരമായിട്ട് വ്യത്യാസമുള്ള ഔട്ട്ലുക്കും അതുപോലെ തന്നെ ക്യാരക്ടർ ആർക്കും അതുപോലെ ഹ്യൂമർ എനിക്ക് ഒത്തിരി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഒരു ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ ക്യാരക്ടറായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് മാരിവില്ലൻ ഗോപുരങ്ങളിൽ നിന്നാണ്. ഒരുപാട് ഹോപ്പുണ്ട്. കാരണം അത്രയും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. ഇപ്പം പറഞ്ഞ പോലെ വശിഷ്ഠ്, അതുപോലെ സുചേച്ചി, ഇന്ദ്രേട്ടൻ, സർജാനു ഇവരുടെ കൂടെയൊക്കെയുള്ളൊരു കോമ്പിനേഷൻസ് അടിപൊളിയായിരുന്നു. നല്ലൊരു എന്താ പറയുക ആർട്ടിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ബിന്ദു ചേച്ചി ഇതിലൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ചേച്ചിയുടെ കൂടെയുള്ള സീൻസൊക്കെ എനിക്ക് ഒരുപാട് എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സോ ആസ് എ ഹോൾ നോക്കുമ്പം ഒരുപാട് ഹോപ്പുള്ള, എനിക്ക് പേഴ്സണലി എൻ്റെ കരിയറിൽ ഒരു ബെസ്റ്റ് എന്ന് പറയാൻ എനിക്ക് പറ്റുന്ന ഒരു മൂവിയാണ് മാരിവില്ലൻ ഗോപുരങ്ങൾ. നമ്മൾ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഓരോ ദിവസവും ഷൂട്ട് ചെയ്തതും എല്ലാം. അപ്പം ആ എൻജോയ് ചെയ്ത ആ ഒരു ഹാപ്പി വൈബ് നിങ്ങളിലോട്ടും തിയേറ്ററിൽ ഒക്കെ നിങ്ങൾ കാണുമ്പം നിങ്ങളും അത് എൻജോയ് ചെയ്യും തന്നെയാണ് എൻ്റെ കോൺഫിഡൻസ്. സോ കാണണം. ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മൾ പല വേദികളിലും പല പ്രാവശ്യമായിട്ട് ഞാൻ പേഴ്സണലി കണ്ടുമുട്ടാറുള്ള ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ നന്ദി പറയുന്നു. ഇത് ആക്ച്വലി ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് പ്രസ് മീറ്റാണ്. നമ്മളെല്ലാവരും ഒന്നായി നിന്നുള്ള ഒരു പ്രസ് മീറ്റാണ്. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കോക്കേഴ്സ് ട്രഡീഷനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വേണം കരുതുവാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെല്ലാവരും അങ്ങനെ ഇങ്ങോട്ടും സഹകരിച്ചാണ് കാര്യങ്ങൾ എന്നെ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയെ ഇതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഞാനിത് സെക്കൻഡ് ജനറേഷനിലേക്ക് ഫോക്കസ് ഫിലിംസ് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉദിച്ചപ്പോൾ ഞാൻ നേരത്തെ വേദി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻ്റെ മൂത്ത മകളായ ഷെർമീൻ അതിന് താല്പര്യം കാണിക്കുകയും അവർ ആദ്യമായിട്ട് കുറി എന്ന് പറയുന്ന ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് പ്രവീൺ എന്ന് പറഞ്ഞ ഡയറക്ടറായിരുന്നു അന്ന് ചെയ്തിരുന്നത്. അദ്ദേഹവും ഞങ്ങളുടെ ഈ പ്രോജക്റ്റിലാണ് ഞങ്ങളുടെ കുടുംബത്തിലൊരംഗം എന്ന നിലയിൽ ഫോക്കസ് മീഡിയയിൽ പ്രവർത്തിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഷൂട്ടിങ്ങിൽ ഷെയർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ആക്ച്വലി ഞങ്ങൾ ഏറ്റവും വലിയ താങ്ക്ഫുൾ, ഞങ്ങളെല്ലാവരുടെയും കൂടെ മനസ്സിലുള്ള താങ്ക്ഫുൾ ഒരു പറയുന്നത് മിസ്റ്റർ വിദ്യാജിയാണ്. ബിക്കോസ് അദ്ദേഹം ഇവിടെ വന്നിരുന്ന് കമ്പോസ് ചെയ്ത് ഞങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷമാണ് ഇതിൻ്റെ ഓരോ സോങ്സും കൊണ്ടുവന്നത്. അത് കണ്ടവാനം അതിൽ അതേമാതിരി തന്നെ നമ്മളെ ലിറിസിസ്റ്റ്
വിനായക ശശികുമാർ. അദ്ദേഹം നല്ല വരികൾ, ഞങ്ങൾ എല്ലാവരും മോഹൻ ചുണിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വരികൾ മാറ്റുന്ന ഒരു പ്രകൃതത്തിലുള്ള, എനിക്ക് ഞാൻ പറയണെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരിക്ക് ബദലായിട്ട്, ഒരിക്കലും ഗിരീഷ് പുത്തഞ്ചേരി ആകില്ല എന്ന് ഞാൻ പറയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിരീഷ് പുത്തഞ്ചേരിയായിട്ട് വളരെയധികം വർക്ക് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പം വിദ്യാജി കോമ്പിനേഷനിൽ തന്നെ എനിക്ക് മൊത്തത്തിൽ ഈ സിനിമയിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമ്മർ ഇൻ ബത്ലഹേം എന്ന് പറയുന്ന എൻ്റെ പടത്തിനോട് കിടപിടിക്കുന്ന വിധത്തിലുള്ള ഒരു സിനിമ മേക്കിങ്ങും എൻ്റെ മ്യൂസിക്കും അങ്ങനെ തന്നെയാണ്, അതിന് സംശയമില്ല. എല്ലാവരും തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻസി ആണെങ്കിലും ഇന്ദ്രജിത്ത് ആണെങ്കിലും ഷർജാനാണെങ്കിലും ശ്രുതിയാണെങ്കിലും എല്ലാവരും ഞങ്ങളുടെ ആ സ്പിരിറ്റിനോട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കഥാപാത്രങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഈ പടത്തിൽ പോകുന്നതാണ്. ഞങ്ങൾ എന്ത് മനസ്സിൽ കാണുന്നു ആ വിധത്തിൽ തന്നെ അതിൽ വരികയും, അതേമാതിരി തന്നെ പിക്ചറൈസേഷൻ, ഞങ്ങളുടെ ക്യാമറമാൻ ഇവിടെ ഇല്ല, ശ്യാം, അദ്ദേഹത്തിന് വലിയ എക്സ്പീരിയൻസ് ഒന്നും അവകാശപ്പെടാനില്ലെങ്കിലും കുറേ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫി, വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിയാണ് ഇതിലുള്ളത്. ആൻഡ് താങ്ക്സ് ടു അവർ ലിറ്റിൽ ബോയ് വസിഷ്ഠ്, ബിക്കോസ് ഇതിൽ നേരത്തെ ഇന്ദ്രജിത്ത് സൂചിപ്പിച്ച മാതിരി തന്നെ കുട്ടികൾക്ക് വരെ എൻ്റർടൈൻമെൻറ്റ് ഈ സിനിമയിലുണ്ട്. ബിക്കോസ് അദ്ദേഹം ഈ വസിഷ്ഠ ചെയ്യുന്ന ഒരു കഥാപാത്രം ഷിൻജോ എന്ന് പറയുന്ന നമ്മുടെ പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് ചെയ്യുന്ന ക്യാരക്ടറുമായിട്ടുള്ള കുറേ സീക്വൻസസ് ഉണ്ട്. അതെല്ലാം തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുട്ടികൾ വിഭാഗത്തിൽപ്പെട്ട എല്ലാ കുട്ടികൾക്കും തന്നെ ആ ഒരു പോർഷൻ എൻ്റർടൈൻമെൻറ്റ് എന്നാൽ കഥയിൽ ഒരു ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മ്യൂസിക് ഞങ്ങളുടെ സോങ്സ് പുറത്തു വിട്ട സമയത്തൊക്കെ തന്നെ അത് യൂട്യൂബിലാണെങ്കിലും മറ്റുള്ള മീഡിയാസിലൊക്കെ ആണെങ്കിലും അത് 1 മില്യൺ എബോവ് കവറേജ് കിട്ടിയ സോങ്സാണ്. സോ ഐ ആം ഹാപ്പി അബൌട്ട് ദാറ്റ്. ബിക്കോസ് എൻ്റെ പടങ്ങളിൽ, ഞാൻ ഫോക്കസ് ഫിലിം സെറ്റ് ചെയ്തിരിക്കുന്ന പടങ്ങളിലെല്ലാം തന്നെ തീർച്ചയായിട്ടും സബ്ജക്റ്റുമായി തന്നെ അതിൻ്റെ മ്യൂസിക്കും വരാറുണ്ട്. പാട്ടുകൾ ഹിറ്റാവും, വെദർ പിക്ചർ ഈസ് സക്സസ് ഓർ നോട്ട്. എൻ്റെ പാട്ടുകൾ ഇന്നും എപ്പോൾ ട്രാൻസ്മിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 2-3 പാട്ടെങ്കിലും ഞാൻ കേൾക്കാറുണ്ട്. സോ പീപ്പിൾ ലൈക്സ് ദാറ്റ്. അപ്പോൾ അതേമാതിരി തന്നെയുള്ള ഒരു സോങ്സ് സിറ്റുവേഷൻസാണ് ഇതിലുള്ളത്. അത് അവർ ആ പാട്ട് കേട്ടിട്ട്, ആ സോങ്സ് കേട്ടതിന് ശേഷം മനസ്സിൽ നിറച്ചതിന് ശേഷമാണ് ആ പാട്ട് സീക്വൻസസ് തന്നെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഡയറക്ടർ അരുൺ ആൻഡ് പ്രമോദ്, അവർ ഈ പടം ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു തീമുമായിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങളോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ ഒരു സജഷനാണ്, ഹ്യൂമർ എലിമെൻറ്റ് നമുക്കിതിൽ മിസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതിന് ആംപിൾ ചാൻസസ് ഉണ്ട് ആ സീക്വൻസ് വൈസ്. അങ്ങനെ അവർ പ്രമോദിന് വലിയൊരു താങ്ക്സ്. വേറൊന്നുമല്ല, അരുണും പ്രമോദും കൂടി ഇരുന്ന് രണ്ടാമത്തത് കറക്റ്റ് ചെയ്തു അതിൻ്റെ ആയിട്ടുള്ളൊരു ഫോർമാറ്റിലാണ് ഞങ്ങൾ ഷൂട്ടിൽ തുടങ്ങുന്നത്. അപ്പോൾ അത് അതേമാതിരി സംഭവിച്ചിട്ടുണ്ട്. ഈ പടം തീർച്ചയായിട്ടും ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് വിത്ത് മ്യൂസിക്കൽ. ഓടുന്ന പല പടങ്ങളിലും തന്നെ ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു ശാഖയാണ് സിനിമയുടെ പാട്ടുകൾ. പക്ഷെ അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. 5 പാട്ടോളം ഉണ്ട് ഈ സിനിമയിൽ. അതിൽ 3 പാട്ട് നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴത്തെ ഈ കുത്തൊഴുക്ക് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഇപ്പോൾ കുറേ പടങ്ങൾ റിലീസ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ ഈ പടം റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും അതിന് ആ സമയത്ത് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യും. ആ സമയത്ത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്ത് തരിക, ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് തരിക. വേറൊന്നുമല്ല, ഒരു ചേഞ്ച് ഫാമിലി ഡ്രാമാസ് എന്ന് പറയുന്ന ചേഞ്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതെനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാം. നിങ്ങൾ ഓരോരുത്തരെയും അത് കണ്ടതിന് ശേഷം നിങ്ങളും സമ്മതിക്കും അത്
ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിലി സ്റ്റോറി ആണ് എന്നുള്ളതിൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ട്സും ഞാൻ എല്ലായ്പ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തോട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല പടങ്ങൾക്കും, എൻ്റെ ഓരോ പ്രോഡക്ട്സിനും. അത് ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇനിയും വേണം. ഈ സമയങ്ങളിൽ തന്നെ ഞങ്ങൾ നിങ്ങളെയൊക്കെ മുൻകൂട്ടി അറിയിക്കുന്നതാണ് ഇതിൻ്റെ റിലീസിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിട്ട് വന്ന എല്ലാവർക്കും ഐ എം വെരി താങ്ക്ഫുൾ ദറ്റ് യു ആർ ഓൾ ഹിയർ. ആക്ച്വലി ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു എന്താ പറയുക, ഒരു ടീം കൊണ്ടുവരുന്ന ഒരു ഈ പറഞ്ഞ ഒരു ലൈക്ക് നമുക്ക് ഈ സിനിമ എന്താണെന്നുള്ളത് ശരിക്കും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു എഫേർട്ട് എന്നുള്ള ഒരു രീതിയിൽ തന്നെ കാണാൻ പറ്റും. ബിക്കോസ് ഇവിടെ എല്ലാവരും സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്സിലൂടെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഫൈനൽ ഒരു ഔട്ട്കം വന്നിരിക്കുന്നത്. സോ പ്രോബബ്ലി നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സിനിമയിലും ഫീൽ ചെയ്യാൻ പറ്റും. So it's basically a team effort, and I'm thankful to all the characters who actually have like put in their maximum effort to this. Thank you. ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ സിക്കോം സീരീസുകളുടെ ഒരു സ്ട്രക്ചറുണ്ട്. ഒരു പ്രധാന കഥാപാത്രമല്ല, 4 പ്രൊട്ടഗണിസ്റ്റുകളുണ്ട്. അവരുടെയൊക്കെ പേഴ്സണൽ പ്രൊഫഷണൽ ഇഷ്യൂസും അത് സോൾവ് ചെയ്യുന്നതും ഒരുമിച്ച് അങ്ങനെ ഒരു കുടുംബമായിട്ട് അത് തരണം ചെയ്യുന്നു. അതിൻ്റെ ഒരു കൾമിനേഷനാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി സ്ട്രക്ചർ. അപ്പോൾ അതിൽ ഹ്യൂമറും ഇമോഷൻസും എല്ലാം ഈക്വൽ ബ്ലെൻഡിലുണ്ട്. നമ്മളെല്ലാവരും വളരെ എൻജോയ് തന്നെയാണ് ഈ സിനിമ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു സന്തോഷവും പ്രതീക്ഷയും കൊടുക്കുന്ന ഒരു വളരെ ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഈ സിനിമയിൽ ഒരു നല്ല റോള് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. കാര്യം എന്താ വെച്ചാൽ ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ ചെയ്യാൻ പറ്റി. പിന്നെ ഈ സിനിമയിൽ എനിക്ക് പുതിയ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്ന് പറഞ്ഞാൽ സ്റ്റണ്ടൊക്കെ ഉണ്ട്, പിന്നെ ഡാൻസും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതുവരെ ഒരു സിനിമയിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല എക്സൈറ്റഡ് ആണ്. പിന്നെ കുറേ ദിവസമായി ഇത് ഇറങ്ങാൻ കാത്തിക്കണം. അപ്പോൾ ഈ 16-ാം തീയതിക്ക് വേണ്ടിയിട്ട് നല്ല വെയിറ്റ് ചെയ്തിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ സിനിമ ഒരു വളരെ ഒരു കൊളാബറേറ്റീവ് ജേർണിയാണ്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ആസ് എ ടീം, മോർ ദാൻ എ ടീം, ആസ് എ ഫാമിലി ആദ്യം മുതലേ. ഇപ്പോൾ ഫോക്കസിൽ ഞാൻ ആദ്യമായിട്ട് ആക്ച്വലി എൻ്റെ തിരക്കഥാകൃത്ത് പ്രമോദും ഞാനും ഈ സബ്ജക്റ്റ് റെഡിയായിട്ട് ആദ്യം ഫോക്കസ് ചെല്ലുന്ന ആക്ടേഴ്സിൻ്റെ ഡേറ്റ് ആയിട്ടല്ല ഞാൻ പറയാറുണ്ട്. ഇവരുടെ ആരുടെയും ഡേറ്റ് കൊണ്ടല്ല ചെല്ലുന്നത്. ഫോക്കസ് ആയിട്ട് സംസാരിക്കുന്ന നമ്മുടെ സബ്ജക്റ്റാണ്. ഇങ്ങനെയൊരു കോണ്ടന്റാണ്, ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സിനിമ. ഇതിൽ നിന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റാണ്, ഇങ്ങനൊരു ഫൺ ഫാമിലി, ഒരു സെലിബ്രേഷൻ്റെ സ്വഭാവമുള്ള സിനിമയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. ഫോക്കസ് അത് എഗ്രി ചെയ്യുന്നു. പിന്നെ സിയാദിക്കേണ്ടത് നമുക്ക് ഇന്ന സമയത്ത് ഷൂട്ട് ചെയ്യണം, ഇതിന് റൈറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണോ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തോളൂ. അതിനുശേഷമാണ് ഇന്ദ്രേടനെ കാണുന്നതും ശ്രുതിയെ കാണുന്നതും സർജാനെ കാണുന്നതും. ഇവരാണ് ഇതിൻ്റെ റൈറ്റ് കാസ്റ്റിംഗ്, പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. ഇവരുടെ കെമിസ്ട്രി കറക്റ്റ് അല്ലെങ്കിൽ ഒരിക്കലും നമുക്കൊരു ഹ്യൂമർ വർക്കൗട്ട് ആവില്ല. എപ്പോഴും പറയല്ലോ, ഒരേ ഫ്രെയിമിൽ തന്നെ നമുക്ക് ആക്ഷൻ റിയാക്ഷൻ ഒക്കെ കറക്റ്റായിട്ട് കൺസീവ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഹ്യൂമർ കറക്റ്റായിട്ട് വർക്ക് ആവുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് ഹ്യൂമർ എൻ്റെ ആദ്യത്തെ പരിശ്രമമാണ്. ലൂക്ക കുറച്ചും കൂടെ ഒരു ഇമോഷണൽ ഡ്രാമയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ എൻഡ് ടു എൻഡ്, നമ്മളെല്ലാം പ്രമോദ് നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ തന്നെ സിറ്റുവേഷനിൽ ഓർഗാനിക് ആയിട്ട് ഉണ്ടാകുന്ന ഹ്യൂമറാണ്, ക്ലൗഡിങ് അല്ല, കുറച്ചും കൂടെ ഓർഗാനിക് ആയിട്ട്. പിന്നെ ഇത് റിലേറ്റബിൾ ആണ്. ഇത് അർബൻ കപ്പിൾസിന് മാത്രമുള്ള സ്റ്റോറിയല്ല. നമ്മളങ്ങനെ അർബൻ കപ്പിൾസ് എന്ന് പറഞ്ഞെങ്കിലും മിഡിൽ ക്ലാസ് കപ്പിൾ ഫ്രം എനിവെയർ, ഏത് ജോഗ്രഫിയിലെ ഒരു മിഡിൽ ക്ലാസ്സിനും ഈസി ആയിട്ട് കണക്റ്റ് ആകും. അവരുടെ എല്ലാവരും അനുഭവിക്കുന്ന ഒരു കോമൺ പ്രശ്നങ്ങളാണ് ഈ 4 കഥാപാത്രങ്ങളും അവരനുഭവിക്കുന്ന കോമൺ പ്രശ്നങ്ങളാണ് സിനിമ. പക്ഷെ അത് ഡീൽ ചെയ്യുന്നത് ഒരു കുറച്ചും കൂടെ ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് സ്വഭാവത്തിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നു നിങ്ങളിന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് കേൾക്കാം അല്ലേ?